നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പേര് സംശയം ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് പ്രസവം നിർത്തുന്ന സർജറിയെ പറ്റി. കഴിഞ്ഞ ദിവസം ഫൈബ്രോയിഡിനെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോഴും ഒരു കുട്ടി ഇതുപോലെ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷനെ പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോ ഞാൻ ഓർത്തു, ഇന്ന് നമുക്ക് പ്രസവം നിർത്തുന്ന രീതി, അതായത് നമ്മൾ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ, ആക്ച്വലി മെയിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രൊസീജിയർ ഉണ്ട്. ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്. സ്റ്റെറിലൈസേഷൻ സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ഗർഭനിരോധനത്തിനുള്ള ഒരു പ്രൊസീജിയർ ആണ്. അത് ഒരു പെർമനന്റ് ആയിട്ടുള്ള മെത്തേഡാണ്, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് പിൽസ് ആണെങ്കിലോ കോപ്പർട്ടി ആണെങ്കിലോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്. നമ്മൾ പിൽസ് നിർത്തുമ്പോഴോ അല്ലെങ്കിൽ കോപ്പർട്ടി റിമൂവ് ചെയ്ത് കഴിയുമ്പോഴോ വീണ്ടും നമുക്ക് പ്രഗ്നൻസിക്ക് ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇത് ഒരു 99% ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രസവം നിർത്തുന്ന ഒരു സർജറിയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊസീജിയർ നമ്മൾ പല രീതിയിലും ചെയ്യാറുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പ്രസവത്തിനോട് കൂടെ തന്നെ നമ്മൾ പ്രസവം നിർത്താറുണ്ട്. അപ്പൊ അതാണ് ഒരു ടൈപ്പ്. അതിന് നമ്മൾ PPS അഥവാ പോസ്റ്റ്പാർട്ടം സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. പോസ്റ്റ്പാർട്ടം സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ് ടു ഒരാഴ്ച, 5 ദിവസം മുതൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ചെയ്യണം. അപ്പൊ അതിനെയാണ് പോസ്റ്റ്പാർട്ടം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ സിസേറിയൻ ആണ്. നോർമൽ ഡെലിവറി അല്ല, ഒരുപക്ഷെ സിസേറിയൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ സിസേറിയന്റെ കൂടെ തന്നെ നമ്മൾ പ്രസവം നിർത്താറുണ്ട്. കാരണം സിസേറിയൻ എന്തായാലും വയറ് തുറന്നിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ പ്രസവം നിർത്താറുണ്ട്. പിന്നെ ഉള്ള പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവെൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. ഇന്റർവെൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു, അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ശ്വാസം മുട്ടലോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ പീഡിയാട്രിഷ്യൻ പറഞ്ഞു നോക്കിയിട്ട് പ്രസവം നിർത്തിയാൽ മതി, കാരണം ചിലപ്പോൾ ഈ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ പ്രസവം നിർത്തത്തില്ല. പിന്നെ നമ്മൾ നിർത്തുന്നതിനാണ് ഈ ഇന്റർവെൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അത് നമുക്കൊരു 45 ദിവസം പ്രസവം കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ അത് തന്നെ നമ്മൾ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഇന്റർവെൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓപ്പൺ സർജറി ആയിട്ട്, അതായത് സിസേറിയൻ ചെയ്യുന്ന പോലെ, പക്ഷെ അത്രയും നീളമുള്ള മുറിവായിരിക്കില്ല, ചെറിയൊരു മുറിവായിരിക്കും. എന്നിട്ട് വയറ് തുറന്നിട്ട് തന്നെ പ്രസവം നിർത്തുന്ന പ്രൊസീജിയർ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ മോസ്റ്റ് കോമൺലി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. ചെറിയ ഒരു 2 മുറിവുകൾ ഉണ്ടാക്കി, 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെന്റിമീറ്റർ ഒക്കെ ആ മുറിവിന് വലിപ്പം ഉണ്ടാവുള്ളൂ. അത്ര ചെറിയ മുറിവിൽ കൂടി നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഇപ്പൊ സിസേറിയന്റെ കൂടെ ആയിക്കോട്ടെ, അല്ല ഡെലിവറി കഴിഞ്ഞിട്ട് ഉടനെ ഒരാഴ്ചക്കുള്ളിൽ ആയിക്കോട്ടെ, അല്ല നമ്മൾ 45 ദിവസം കഴിഞ്ഞിട്ട് വയറ് തുറന്നുള്ള സർജറി ആയിക്കോട്ടെ, ഇതിലെല്ലാം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിന്റെ 2 സൈഡില് 2 ഇതുപോലത്തെ ട്യൂബ്സ് ഉണ്ടാവും, ഓവറി ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ട്യൂബിനെ നമ്മൾ നടുക്ക് വെച്ച് 2 ട്യൂബിനെയും നമ്മൾ കട്ട് ചെയ്ത് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കണക്ഷൻ, യൂട്രസും ഓവറി ആയിട്ടുള്ള ഈ കണക്ഷനെ നമ്മൾ അങ്ങ് കട്ട് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് തുന്നി വെച്ച് കഴിയുമ്പോൾ ഇതൊരു പാർട്ടായി മാറും, യൂട്രസിനോട് ചേർന്നിരിക്കുന്ന ഇത് വേറൊരു പാർട്ടായി മാറും. ഇത് തമ്മിൽ കണക്ഷൻ ഇല്ല. കാരണം നോർമലി നമ്മൾ പ്രഗ്നൻസി ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറിയിൽ നിന്ന് അണ്ടം ഈ ട്യൂബ് വഴി വന്ന് അതുപോലെ താഴെക്കൂടി ബീജം വന്ന് ഫെർട്ടിലൈസ് ചെയ്ത് യൂട്രസിനകത്ത് പറ്റിപ്പിടിച്ചാണ് ഒരു നോർമൽ പ്രഗ്നൻസി ഉണ്ടാവുന്നത്. പക്ഷെ ഈ കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓവറിയിൽ നിന്നുള്ള ഓത്തിന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 2 സൈഡിലും ഒരേപോലെ ആ പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ ആണെങ്കിലോ, ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ നമ്മൾ യൂഷ്വലി കട്ട് ചെയ്യാറില്ല. കട്ട് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ലൂപ്പ് പോലെ ആക്കിയിട്ട് അതിനൊരു റബ്ബർ ബാൻഡ് പോലത്തെ ഒരു സാധനം, നമ്മൾ അതിനെ ഫെലോപ്രിങ് എന്ന് പറയും, അത് ഇട്ട് ടൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മറ്റേ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് പോർഷൻ ട്യൂബ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. റിങ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ട്യൂബ് കട്ട് ചെയ്യത്തില്ല, ജസ്റ്റ് ഒരു റിങ് പോലെ ഇട്ട് ആ ട്യൂബിനെ ഒന്ന് നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്ത് വെക്കുന്ന മാത്രമേ ഉള്ളൂ. കട്ടിങ് പ്രൊസീജിയർ അവിടെ നടക്കുന്നില്ല. അതാണ് യൂഷ്വലി നമ്മൾ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷനിൽ ചെയ്യുന്നത്. അപ്പോ എന്താ ലാപ്രോസ്കോപ്പിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ട്യൂബ് കട്ട് ചെയ്ത് പോകാതെ കാരണം പിന്നെ ഒരിക്കൽ നമുക്കിത് കൂട്ടി യോജിപ്പിക്കണം,
അതായത് ഒരു പ്രഗ്നൻസി കൂടെ വേണം, അപ്പൊ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. റീകനലൈസേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ ട്യൂബ് ഒന്നും നഷ്ടപ്പെടാത്ത കേസിലാണ്, ട്യൂബിന്റെ പീസ് ഒന്നും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാത്ത കേസ് ആണെങ്കിൽ സക്സസ് റേറ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. തിരിച്ചത് പഴയതുപോലെ ആവാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ ആണ് കുറച്ചുകൂടെ റിവേഴ്സലിന് ഈസി എന്ന് പറയുന്നത്. ഈ രീതിയിൽ ചെയ്യുന്നത് പുറമെ നമ്മൾ അബോർഷന്റെ കൂടെ, കാരണം ഇപ്പൊ ഒരു 2 കുട്ടികളുണ്ട് ഓൾറെഡി, അപ്പൊ മൂന്നാമത്തത് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതുപോലെ ചിലപ്പോൾ ഡെലിവറി സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം പ്രസവം നിർത്താൻ പറ്റിയില്ല. പിന്നെ ഒരു 1 ഇയർ ഒക്കെ ആയതിനു ശേഷം നമ്മൾ പ്രസവം നിർത്താന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനുള്ളിൽ പ്രഗ്നന്റ് ആയിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള കേസിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഇനി വേണ്ട, അവരുടെ ഫാമിലി കംപ്ലീറ്റഡ് ആണ്, 2 കുഞ്ഞുങ്ങളായി മതി എന്നുള്ള രീതിയിലാണ്, ഇനി ഒരു പ്രഗ്നൻസിക്ക് അവർക്ക് താല്പര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ അബോർഷൻ പ്രൊസീജിയറിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ ചെയ്തു കൊടുക്കാം. പ്രസവം നിർത്തുന്ന സർജറിയും കൂടെ രണ്ടും ഒരേ അനസ്തീഷ്യയിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി പ്രസവം നിർത്തുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗർഭനിരോധന മാർഗങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഗർഭനിരോധന മാർഗങ്ങളൊക്കെ ഇപ്പം ഹോർമോൺസ് ആണെങ്കിലും അതിന്റെ ഇഞ്ചക്ഷൻ ആയിക്കോട്ടെ പില്ലായിക്കോട്ടെ നമ്മൾ കറക്റ്റ് സമയത്ത് എടുത്തില്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസിക്ക് ഒരു ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പൊ കോപ്പർട്ടി ആണെങ്കിലും നമ്മൾ അതിന്റെ കൃത്യ കാലാവധി നോക്കി കറക്റ്റ് ആയിട്ട് ഇടണം. വർഷാവർഷം നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ കറക്റ്റ് കാലാവധി കഴിയുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുകയും വേണം. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് ഹോർമോണൽ പിൽസ് എല്ലാവർക്കും എടുക്കാൻ പറ്റത്തില്ല. ചില പ്രത്യേക അസുഖങ്ങളുള്ളവർക്ക് ഹോർമോണൽ പിൽസ് എടുക്കുന്നത് അത്ര നല്ലതല്ല, മൈഗ്രെയിൻ പോലെ അസുഖമുള്ളവർക്ക്. അപ്പോൾ ആ രീതിയിൽ പ്രശ്നം ഒന്നും ഉണ്ടാക്കാത്ത ഒരു പ്രൊസീജിയർ ആണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. കാരണം സ്റ്റെറിലൈസേഷൻ വെച്ചാൽ ഒരു 1 ടൈം പ്രൊസീജിയർ ആണ്. ഒരിക്കൽ നമ്മൾ ചെയ്യുന്നു, പിന്നെ നമ്മൾ പ്രഗ്നൻസിയെ പറ്റി ആലോചിക്കുകയേ വേണ്ട എന്നുള്ള രീതിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 99% ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഫെയിലിയർ റേറ്റ് ഏറ്റവും കുറവുള്ള ഒരു മെത്തേഡാണ് പ്രസവം നിർത്തുന്ന ഈ സർജറി എന്ന് പറയുന്നത്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഒത്തിരി റെസ്റ്റ് വേണ്ടി വരും, ഇപ്പൊ പ്രസവത്തിന്റെ കൂടെ ഞാൻ ഈ സർജറിയും കൂടെ ചെയ്തു, അല്ലെങ്കിൽ സിസറിന്റെ കൂടെ ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പെയിൻ ഒത്തിരി കൂടുതലായിരിക്കും, ഒത്തിരി റെസ്റ്റ് വേണ്ടി വരും. യൂഷ്വലി നമുക്ക് ഓപ്പൺ സർജറി, ഇപ്പം സിസറിന്റെ കൂടെ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, നമ്മൾ ഓപ്പൺ പ്രൊസീജിയറിലാണ് ചെയ്യുന്നതെങ്കിൽ യൂഷ്വലി ഒരു 2 ആഴ്ചയാണ് നമ്മൾ റെസ്റ്റ് പറയുന്നത്. അത് ഡെലിവറിയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിലാണെങ്കിലും ഈ 2 ആഴ്ച ഒത്തിരി വെയിറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഒഴിവാക്കി, ഒരു ഹെവി എക്സസൈസ് ഒക്കെ ഒഴിവാക്കി നമ്മൾ റെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ, നമ്മൾ ഇന്റർവെൽ സ്റ്റെറിലൈസേഷൻ ലാപ്രോസ്കോപ്പിക്കലി ചെയ്യുകയാണെങ്കിൽ അതിന് ശരിക്കും ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ഒത്തിരി ഇതുപോലെ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല നമ്മൾ പറയുന്നത്. കാരണം ഇത് മറ്റേ പ്രൊസീജിയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള, കുറച്ചുകൂടെ മൈനർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇതിന് ശേഷം ഉള്ള റെസ്റ്റിനെ പറ്റി. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഈ സർജറിക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? അപ്പൊ ഒരു സർജറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സർജറിയുടേതായ റിസ്ക് ഉണ്ട്. കാരണം ഈ എല്ലാ പ്രൊസീജിയറും നമ്മൾ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. അപ്പൊ അനസ്തീഷ്യയുടെ ഒരു റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ യൂഷ്വൽ സർജറി പോലെ തന്നെ മുറിവിലുണ്ടാകാവുന്ന അണുബാധ, ബ്ലീഡിങ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരാം. പക്ഷെ അതിനൊക്കെ വളരെ കുറവ് സാധ്യത, ഒരു 0.1% സാധ്യത മാത്രമേ ആ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പം വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഈ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പ്രസവം നിർത്തുന്ന ഈ സർജറി ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. നമുക്ക് പെട്ടെന്ന് ഇത് റിവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. റിവേർട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പൊ റീകനലൈസേഷൻ പോലെയുള്ള പ്രൊസീജിയേഴ്സ്, അതായത് തിരിച്ച് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ട്യൂബിനെ അല്ലെങ്കിൽ റബ്ബർ ഇട്ട് വെച്ച ട്യൂബിനെ നമ്മൾ തിരിച്ച് യോജിപ്പിച്ച് തുന്നി വെക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഒരു മുറിവിന്റെ സ്കാർ ഉണ്ടാവും 2 സൈഡിലും. അപ്പോൾ ഈ മുറിവിലേക്ക് നമ്മുടെ പ്രഗ്നൻസി വന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അതിനെ നമ്മൾ ട്യൂബൽ പ്രഗ്നൻസി അഥവാ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. അപ്പൊ അതിനുള്ള ഒരു ചാൻസ് പൊതുവേ ഉണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റഡ് ആണ്, ഇപ്പോ 2 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങൾ മതി, ഇനി ഒരു പ്രഗ്നൻസി വേണ്ട, അഥവാ പ്രഗ്നൻസി ആയാലും ഞാൻ എന്തായാലും അബോർട്ട് ചെയ്യും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പ്രൊസീജിയർ. പക്ഷെ ഇപ്പൊ ഒരു 25 വയസ്സേ ഉള്ളൂ, ഓൾറെഡി 2 കുട്ടികളായി, ചിലപ്പോൾ 2-3 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കുട്ടിയും കൂടെ വേണമെന്ന് തോന്നും. അപ്പൊ 25 വയസ്സിലേ നമ്മൾ പ്രസവം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ റിവേർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. പ്രഗ്നൻസി ആവാനേ പറ്റില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആവാൻ. ഞാൻ പറഞ്ഞ പോലെ ഈ റീകനലൈസേഷൻ ഉള്ള പ്രൊസീജിയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് IVF ചെയ്യാം.
ഇൻവിട്രോ ഫെർട്ടിലൈസേഷന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം പുറത്ത് വെച്ച് ചെയ്തിട്ട് നമുക്ക് യൂട്രസിനകത്തേക്ക് കുഞ്ഞിനെ വെക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് IVF എന്ന് പറയുന്നത്, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പൊ IVF ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഈ ട്യൂബ്സിന്റെ ആവശ്യമില്ല. ഓവറിയിൽ നിന്ന് ഓൾറെഡി അണ്ഡം പുറത്തേക്ക് നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുന്നത്, എന്നിട്ട് പുറത്ത് വെച്ചാണ് അണ്ടത്തിനെ ബീജമായിട്ട് സംഗമിപ്പിച്ച് അതുപോലെ ഭ്രൂണം ആക്കിയിട്ട് നമ്മൾ യൂട്രസിലേക്ക് വെക്കുന്നത്, എംബ്രിയോ ആയിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്യൂബിന്റെ പ്രത്യേകിച്ച് റിക്വയർമെന്റ് ഇല്ല. അപ്പം പ്രസവം നിർത്തിയവർക്കും തീർച്ചയായിട്ടും പ്രഗ്നൻസിക്ക് സാധിക്കും ഈ രണ്ട് രീതിയിൽ, ഒന്ന് റീകാനലൈസേഷൻ, രണ്ട് IVF. പക്ഷെ സ്റ്റിൽ നിങ്ങൾ ഇതൊരു പെർമനന്റ് പ്രൊസീജിയർ ആയതുകൊണ്ട് നല്ലപോലെ ആലോചിച്ച് തീരുമാനം എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലര് ഇതുപോലെ 2 കുഞ്ഞുങ്ങളായി അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങളായി കഴിഞ്ഞിട്ട് ഓക്കെ പിന്നെ നിർത്താം പ്രസവം, അല്ലെങ്കിൽ കുഞ്ഞിന് 2 വയസ്സാവട്ടെ 3 വയസ്സാവട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ അടുത്തൊരു പ്രഗ്നൻസി ആയിപ്പോകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അവർ അബോർഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അബോർഷൻ ചെയ്യുന്ന പ്രൊസീജിയറിനെക്കാട്ടിയും വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് പ്രസവം നിർത്തുക എന്ന് പറയുന്നത്. കാരണം റിപ്പീറ്റഡ് അബോർഷൻസ് ഒരിക്കലും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു നല്ല മെത്തേഡും കൂടിയാണിത്. പക്ഷെ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രായം കൺസിഡർ ചെയ്യുക, ഇനി ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ഭാവിയിൽ വേണ്ടി വരുമോ അങ്ങനത്തെ ഒരു ചിന്തയുണ്ടോ, രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ആലോചിച്ച് തീരുമാനം എടുക്കുക. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെറിലൈസേഷന്റെ കൺസെന്റ് ശരിക്കും ഈ ചെയ്യുന്ന ആ ലേഡി മാത്രം തന്നാൽ മതി. ഹസ്ബൻഡിന്റെ പോലും കൺസെന്റിന്റെ ആവശ്യമില്ല എന്നാണ് ശരിക്കും ലീഗലി നോക്കുകയാണെങ്കിൽ. പക്ഷെ എപ്പോഴും ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കപ്പിളായിട്ട് ഹസ്ബൻഡും വൈഫും ആലോചിച്ച് തന്നെ തീരുമാനം എടുക്കുക. കാരണം പലരും നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്, പ്രസവം നിർത്താൻ താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആലോചിച്ചിട്ട് പറയാം, അപ്പോഴാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ എത്രയാണ് കുഞ്ഞുങ്ങള് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ആ ലാസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ നിങ്ങൾ ആലോചിച്ച് ഇത് തരത്തിലുള്ള പ്രൊസീജിയർ വേണം എന്നൊക്കെയുള്ളത് തീരുമാനിച്ച് വെച്ചിരുന്ന നിങ്ങൾക്കും ഈസിയായി. കാരണം എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ് പ്രസവം നടത്തുന്ന സർജറിയും കൂടെ കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ വിട്ടു കഴിഞ്ഞാൽ വേറെ സെപ്പറേറ്റ് ഒരു അഡ്മിഷന്റെ ആവശ്യമോ വേറെ സെപ്പറേറ്റ് ഒരു പ്രൊസീജിയറിന്റെ ആവശ്യമോ ഒന്നും വരത്തില്ല പിന്നീട്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ അങ്ങ് റെസ്റ്റും എല്ലാം കഴിഞ്ഞു പോകും. സിസറിന്റെ കൂടെ ആണെങ്കിൽ പ്രത്യേകിച്ചും, കാരണം എന്തായാലും നമ്മൾ വയർ ഓപ്പൺ ചെയ്താൽ സിസറിൻ ചെയ്യുന്നത്. ആ സമയത്ത് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ പ്രസവം നിർത്തുക എന്നുള്ളത് ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ ചില കണ്ടീഷൻസിൽ നമുക്ക് ഇനി ഒരു പ്രഗ്നൻസി അമ്മയുടെ ജീവന് തന്നെ റിസ്ക് ആണ്, തീർച്ചയായിട്ടും അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് നമുക്ക് ഈ സ്റ്റെറിലൈസേഷൻ സർജറി എന്ന് പറയുന്നത്. പിന്നെ ഒത്തിരി അധികം മിത്സ് എന്ന് പറയാം, തെറ്റിദ്ധാരണകളുള്ള ഒരു പ്രൊസീജിയറാണ് ഈ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ. കാരണം പലർക്കും സംശയമുണ്ട്, പ്രസവം നിർത്തിക്കഴിഞ്ഞാൽ തടി കൂടും, അല്ലെങ്കിൽ പ്രസവം നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്സിനോടുള്ള താല്പര്യം കുറഞ്ഞു പോകും, അങ്ങനെയൊക്കെ ഒത്തിരി മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിലൊന്നും വലിയ അർത്ഥമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കണക്ഷൻ കട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഓവറിയിലെ ഹോർമോൺസിനും ഒന്നും സംഭവിക്കുന്നില്ല, യൂട്രസിനും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഈ യൂട്രസും ഓവറീസും ഉള്ളിടത്തോളം കാലം ഒരു ഹോർമോണൽ ഇഷ്യൂസും ഉണ്ടാവത്തില്ല. പീരീഡ്സിന് ഇത് ബാധിക്കത്തില്ല. പീരീഡ്സ് ഓൾറെഡി കറക്റ്റ് ആയിരുന്നവർക്ക് അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഇത് ചെയ്തതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു പീരീഡ്സിലുള്ള തെറ്റി വരുന്ന ആ രീതിയിലുള്ള ഇഷ്യൂസ് വരത്തില്ല. അതുപോലെ തന്നെ ഈ സെക്സ് ഡ്രൈവ് കുറയുന്ന അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം കുറയുന്ന പോലുള്ള ഇഷ്യൂസ് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. പിന്നെ തടി കൂടുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോർമോൺസിൽ യാതൊരു ഇഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ചെയ്തതുകൊണ്ട് ഒരിക്കലും തടി കൂടാനും പോകുന്നില്ല. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവറിയിലെ ക്യാൻസർ അല്ലെങ്കിൽ യൂട്രസിന്റെ ക്യാൻസർ, അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ് ശരിക്കും ഈ സ്റ്റെറിലൈസേഷൻ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒത്തിരി അധികം പോസിറ്റീവ് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണിത്. ഓൺലി തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കാൻ നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്, ആ ഡിസിഷൻ ഫേമായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൊസീജിയർ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അധികം റിവേഴ്സിബിൾ ആയിട്ടുള്ള, ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഒരു കുഞ്ഞ് വേണം എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. അപ്പൊ ആ രീതിയിലാണെങ്കിൽ ഒരിക്കലും പ്രസവം ഉടനെ നിർത്തേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ഫൈനലായിട്ട് തീരുമാനം എടുത്തതിന് ശേഷം മാത്രം ഈ പ്രൊസീജിയറിന്റെ കൺസെന്റ് സൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ കൺസെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, എന്റെ പ്രസവം നിർത്തിയിട്ടുണ്ട് ഡോക്ടർ, അപ്പൊ ഇനിയിപ്പോ എന്തായാലും പ്രഗ്നൻസി ആവത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കൺസെന്റ് സൈൻ ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, ഞാൻ ഇന്ന പോലെ 2 കുഞ്ഞുങ്ങള് ഉണ്ട് അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങളുണ്ട്, അപ്പൊ ഞങ്ങള് ഇനി ഒരു പ്രഗ്നൻസി വേണ്ടാന്ന് വിചാരിക്കുന്നുണ്ട്, പ്രസവം നടത്താൻ സമ്മതിക്കുന്നു എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, വളരെ ഒരു ചെറിയ ശതമാനം സാധ്യത, അതായത് ഒരു 1% കുറവ് സാധ്യത ഈ പ്രൊസീജിയർ ഫെയിൽ ചെയ്യാനും പ്രഗ്നൻസി ആവാനും ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ കൺസെന്റിൽ തന്നെ. അപ്പോ അത്രയും ചെറിയ ഒരു ശതമാനം സാധ്യത
പ്രഗ്നൻസി ആവാനും ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രസവം നിർത്തിക്കഴിഞ്ഞാലും ഇതുപോലെ പീരീഡ്സ് ഒത്തിരി 2 മാസത്തേക്കൊക്കെ വരാതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇത് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത് കെട്ടിവെക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രസവം നിർത്തുന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പൊ അഥവാ പ്രഗ്നൻസി ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ട്യൂബിലുള്ള പ്രഗ്നൻസി ആവാൻ ഒരു വളരെ കുറവ് ശതമാനം റയർ ആയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ട്യൂബിലുള്ള പ്രഗ്നൻസി എന്തായാലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മിസ്സായി പോകരുത്. കാരണം നമ്മൾ ഒത്തിരി കേസസ് കണ്ടിട്ടുണ്ട്. ഇതുപോലെ പ്രസവം നിർത്തിക്കഴിഞ്ഞ് വയറുവേദനയും ബ്ലീഡിങ് ആയിട്ട് വരുന്നു. അപ്പൊ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് പോസിറ്റീവ് ആണ്. സ്കാൻ ചെയ്യുമ്പോൾ ട്യൂബിലുള്ള പ്രഗ്നൻസി ആണ്. ട്യൂബിലുള്ള പ്രഗ്നൻസി പൊട്ടി വയറിനകത്ത് ബ്ലീഡിങ് ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് വയറുവേദന ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതുപോലെ റയർ ആയിട്ട് കുറച്ചു പേരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രസവം നിർത്തിക്കഴിഞ്ഞിട്ടും ഇതുപോലുള്ള ട്യൂബിലെ പ്രഗ്നൻസി ആയിട്ടുള്ളത് അല്ല, നോർമൽ പ്രഗ്നൻസി ആയിട്ടുള്ളവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ പ്രസവം നിർത്തിയെന്ന് വെച്ച് പീരീഡ്സിന് ഒരു വ്യത്യാസം വരില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം യാതൊരുവിധ ഹോർമോണൽ എഫക്റ്റും ഇതിനില്ല. അപ്പോൾ പീരീഡ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വളരെ വളരെ റെയർ ചാൻസേ ഉള്ളൂ അതിന്. അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രസവം നിർത്തുന്നതിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിമൻസ് ഹെൽത്ത് അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതിന്റെ സൊല്യൂഷൻസിനെ പറ്റി സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത്. അപ്പൊ ഇതുപോലത്തെ സിമിലർ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.